ഇല്ലാത്ത തരത്തിൽ ഭീകരരില്ലായ്മ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മളോടൊപ്പം ബ്രിഗേഡിയർ മോഹനൻ പിള്ള, അദ്ദേഹം നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ പിള്ള, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചതല്ല ഒരു എസ്കലേഷൻ. ഇന്നലെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ, ഭീകരവാദികൾക്ക് നേരെയുള്ള ആക്രമണമാണ്. ആ ലക്ഷ്യം ഇന്ത്യ കൃത്യമായി കണ്ടു എന്ന് റൌഫ് അസറിന്റെ മരണ വാർത്ത വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ദുർബുദ്ധി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രി ഉണ്ടായി. 15 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു. ഇന്ത്യ തിരിച്ചടിക്കുന്നു. അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, അത് തുടരേണ്ടി വരും എന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യം? സർ, സാറിന്റെ ശബ്ദ സംവിധാനം ടെററിസ്റ്റ് ഹൈഡൌട്ട് ബസ്റ്റ് ചെയ്തപ്പോഴേ നമ്മൾ പോലും വിചാരിച്ചില്ല ഇത്രയും സക്സസ് ആകുമെന്ന്. പക്ഷേ ആ സമയത്താണ് ടെററിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കരുത്, ഉണ്ടാക്കാതിരുന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അവര് സീസ് ഫയറിന് തയ്യാറാണ് എന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇപ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്കും മനസ്സിലാവുന്നത്. അതായത് നമ്മള് ടെററിസ്റ്റ് ഹൈഡൌട്ട് ബസ്റ്റ് ചെയ്തപ്പോൾ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകൾ ഒരുപാട് അതിൽ നഷ്ടപ്പെട്ടു. മേ ബി മസൂദ് അസർ ഹോസ്പിറ്റലിലാവാൻ സാധ്യതയുണ്ട്. സഹോദരൻ മരിച്ചു, സഹോദരി മരിച്ചു, കുടുംബാംഗങ്ങൾ മരിച്ചു. ഹോസ്പിറ്റലിലാകാനെന്ന് ഞാൻ പറയാനുള്ള കാരണം ആ ഫ്യൂണറൽ ഫംഗ്ഷനിലൊന്നും തന്നെ ഈ അസർ മസൂദിനെ കണ്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഞാൻ ഇവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. അപ്പൊ അതിനർത്ഥം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സീരിയസ് ആയി മുറിവുകൾ ഉണ്ടായി ഹോസ്പിറ്റലിലാവാം, നമുക്കത് പറയാൻ പറ്റില്ല. ഈ സാഹചര്യം വെച്ചാണ് അപ്പോൾ ടെററിസ്ഥാന്റെ സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ജിഹാദി ജനറലും ടെററിസ്റ്റ് ഇത്രയും നഷ്ടം വന്നപ്പോൾ, അഭിമാനക്ഷതം വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ഇന്നലെ തന്നെ പറഞ്ഞു അടുത്ത 72 മണിക്കൂർ നിർണായകമായിരിക്കും എന്ന് പറഞ്ഞു. ഈ നിർണായകമായ നിമിഷം എസ്പെഷ്യലി ഇന്നലെ വൈകിട്ട് അത് ടാർഗറ്റുകൾ ഇന്നലെ ഞാൻ പല ചാനലിൽ എണ്ണി പറഞ്ഞു. അവരുടെ ഉദ്ദേശം ഇത് തന്നെയായിരിക്കുമെന്ന്. ജാംനഗർ മുതൽ, ഗുജറാത്തിന്റെ ജാംനഗർ മുതൽ കച്ച്പുഞ്ച്, ഈവൻ എന്റെ രാജസ്ഥാൻ ജയ്സൽമേർ അല്ലെങ്കിൽ ബിക്കാനീർ മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ബഠിൻഡ, ഫിറോസ്പൂർ, അല്ലെങ്കിൽ പഠാൻകോട്ട്, കട്ടുവ, ജമ്മു, ശ്രീനഗർ, നോട്ട് ശ്രീനഗർ, ജമ്മു, then Aknoor, Sundarbani, Naushera, and Rajouri, Manjakot, and then afterwards Poonch. ഇത്ര ഏരിയയാണ് ബേസിക്കലി they are aiming for, and അവർക്ക് അത് ഒരു പ്രത്യേക ഒരു ഹരവും കൂടിയാണ്. അത് ഇവിടെയുള്ള ഇൻസ്റ്റലേഷൻസ് ഒക്കെ അവർക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് അവരുടെ വിസിനിറ്റിയിൽ വരുന്ന ഒരു ഏരിയയും കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞ ചർച്ച അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ അവർ ചെയ്തു. പക്ഷേ തന്ത്രപ്രധാനമായ നമ്മളൊക്കെ മനസമാധാനത്തോടെ കിടന്നുറങ്ങുകയായിരുന്നു, ഇതൊന്നും അറിഞ്ഞില്ല. വലിയ അറ്റാക്കാണ് നടന്നത്. ഇപ്പോൾ ഒരു രാവിലെ ഒരു സംശയം ഉണ്ടായി, ഒന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്നലെ ഡിഫൻസിന്റെ കരസേനാ മേധാവി എല്ലാ ആർമി യൂണിറ്റുകൾക്കും ഫ്രീ ഹാൻഡ് കൊടുത്തു. യൂണിറ്റുകൾക്ക് ഇൻ ദ സെൻസ് കമാൻഡിംഗ് ഓഫീസേഴ്സ് ക്യാൻ ടേക്ക് അഡിക്വേറ്റ് ഡിസിഷൻ ആൻഡ് ഗിവ് എ ബിഫിറ്റിംഗ് റിപ്ലൈ എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി ഗിവൺ എ ഫ്രീ ഹാൻഡ് ടു ദ ഡിഫൻസ് ഫോഴ്സസ്. ബട്ട് ഇന്ത്യൻ ആർമി, ഒബീഡിയന്റ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. ഹയർ അപ്സിൽ നിന്ന് ഓർഡർ കിട്ടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ ഒരു കാരണവശാലും. ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വൺ ക്യാൻ ഗോ ഇൻഡിപെൻഡന്റ്ലി, നോ, നത്തിങ് എൽസ്. ബട്ട് ഇന്നലെ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ ടെററിസ്ഥാന്റെ എത്ര കാഷ്വാലിറ്റി ഉണ്ടായി എന്നുള്ളത്. അപ്പം ഇന്നലെ ഈ സംഭവം വന്നപ്പോൾ ഇന്നലെ നൈറ്റിൽ നല്ല ദീപാവളിയായിരുന്നു, യാതൊരു സംശയവുമില്ല. ക്രോസ് ബോർഡറിൽ പരസ്പരം നല്ല രീതിയിൽ അറ്റാക്ക്, കൗണ്ടർ അറ്റാക്ക്. പക്ഷേ ഇതിന്റെ റിസൾട്ട് ഇന്ന് നൈറ്റിൽ ഉണ്ടാവുന്നതിന്റെ റിസൾട്ടും വരുന്നത് എപ്പോഴാണ്? നാളെ ഉച്ച കഴിഞ്ഞാണ്. അതിന് നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? അതായത് യൂണിറ്റ് ഒരിക്കലും
ഡയറക്റ്റ് ഒരു പറയില്ല. അത് യൂണിറ്റ് നേരെ ബ്രിഗേഡ് പറയും, ബ്രിഗേഡ് ഡിവിഷനിൽ പറയും, ഡിവിഷൻ ഹെഡ്ക്വാർട്ടറിൽ പറയും, ഹെഡ്ക്വാർട്ടർ ആർമി ഹെഡ്ക്വാർട്ടറിൽ ഇൻഫോം ചെയ്യും, ആർമി ഹെഡ്ക്വാർട്ടർ ഗവൺമെന്റുമായി ഡിസൈഡ് ചെയ്തിട്ട് വാർ റൂമിൽ ഉണ്ടാവും. ആ രീതിയിൽ എന്നിട്ട് പറയേണ്ട ആൾക്കാർ മാത്രമേ അത് പറയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അതാണ് നമ്മളുടെ ഒരു സിസ്റ്റം. പക്ഷെ യുദ്ധം തുടങ്ങിയോ? ഇത് വെച്ചിട്ട് കണക്ക് കൂട്ടാം. അവർ അറ്റാക്ക് ചെയ്തു, നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്തു, യുദ്ധം തുടങ്ങിയില്ല എന്ന് ഇനി ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. വി ആർ ഓൺ വാർ വിത്ത് പാകിസ്ഥാൻ, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. നമ്പർ 1. നമ്പർ 2, ഇവര് എല്ലായ്പ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്, പറഞ്ഞല്ലോ, എല്ലായ്പ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ഈ ബോർഡറിലുള്ള ഞാൻ ഈ പറഞ്ഞ സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റുകളും ഇതും കൂടിയാണ്. പക്ഷേ ഇന്നലത്തെ ആ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ അവര് സിവിലിയൻസിനെ മാത്രമല്ല അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അവരുടെ ടാർഗറ്റ് ഫുൾ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. Be it in Jamnagar, be it Kutch Bhuj, or be it in Bikaner, or be it in Bathinda, or be it in Chandigarh, or be it in any place you just name it, that all are important military stations. There is no doubt into it. ആ മിലിറ്ററി സ്റ്റേഷനിലോട്ടാണ് അവർ കോൺസെൻട്രേറ്റ് എയിം ചെയ്തത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിലാണ് അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഞാൻ ടോട്ടലി പറയുന്നില്ല, പക്ഷേ they were using Chinese system and we countered that system. അതൊരു പ്രത്യേക സിഗ്നലാണ്. We were countering Terroristan, but at the same time in future who produced it, we are not bothered much about their system as well. അതൊരു ശുഭസൂചനയാണ്. അതെ. ഒപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ, ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത S-400 ഇതുവരെ ഉപയോഗിച്ചിരുന്നില്ല, ആകാശ് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല, ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചു. നോക്കൂ, നമുക്ക് ശക്തിയുണ്ട് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയാറില്ല, പക്ഷേ അതിസുരക്ഷിതമായി നമ്മുടെ ഒരു ഇന്ത്യൻ പൗരന് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അതിർത്തിയിലുള്ള പൂഞ്ചിലുമൊക്കെ നടക്കുന്ന പ്രകോപനത്തെ ഇന്ത്യ വളരെ ഗൗരവമായി കാണുന്നുണ്ട് എന്ന് ഇന്ന് വന്ന വാർത്താക്കുറിപ്പിൽ മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ മറിച്ച് അല്ലാതെ ഒരാൾ പോലും അറിയാതെ നമുക്കത് പ്രതിരോധിക്കാനുള്ള നമ്മുടെ ശക്തി മാത്രമല്ല നമ്മൾ ഇന്ന് കണ്ടത്. അവിടെ അങ്ങ് ലാഹോറിൽ ചെന്ന് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇനി സൂക്ഷിക്കണമെന്ന് ഇതിൽ കൂടുതൽ പറയേണ്ടതുണ്ടോ? ഒരു കാരണവശാലുമില്ല. ഇപ്പോൾ ഇത് ലോക രാഷ്ട്രങ്ങൾ ചർച്ചയ്ക്കെടുക്കും. കാര്യം നമ്മൾ ഒരിക്കലും വാക്കിൽ അല്ല, പ്രവൃത്തിയിലാണ് കാണിക്കുന്നത്. ഇനിയും ഇന്ന് അവർ വീണ്ടും they will try to intrude, വരുവാനായിട്ട് ശ്രമിക്കും. അറ്റാക്കിനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവും. അറ്റംപ്റ്റ് ഉണ്ടായാൽ പോലും ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ 20-30 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 30 ഒറ്റ ടൈമിൽ നമുക്ക് പറ്റിയില്ല പോലും മേ ബി 1 or 2 നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അത് തയ്യാറായേ പറ്റുള്ളൂ. പക്ഷേ അവർ വീണ്ടും ഇതിനുള്ള സാഹസത്തിന് മുതിർന്നാല് നാളെ ഇപ്പൊ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പറവകളെല്ലാം കൂടി പറന്ന് നടക്കും. ടെററിസ്ഥാന്റെ എയർ സ്പേസിൽ ഫുള്ള് അവർ ചെയ്യേണ്ട പണികൾ ചെയ്യും, തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് അവർ ആ ഒരു സ്റ്റേജിലോട്ട് പോകുമോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ അവര് ചെയ്യേണ്ടത് ഈ 72 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മാക്സിമം ചെയ്യും. അതിന്റെ ഒരു പ്രത്യാഘാതമാണ് അവരുടെ റൈറ്റ് ഹാൻഡ്, ചോട്ടാമിയ ബെഡാമിയ എന്ന് പറഞ്ഞ മാതിരി അവരുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ടെററിസ്റ്റുകളാണ്. ഈ ടെററിസ്റ്റുകളുടെ നട്ടെല്ലൊഴിഞ്ഞപ്പോൾ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ അൽ-ഖ്വയ്ദ ഡയറക്റ്റ് രംഗത്ത് വന്നിട്ട് പറയുന്നത് ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യാൻ. ഹൗ ഡെയർ, അതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ടെററിസ്റ്റുകളെ വളർത്തി ടെററിസ്റ്റുകളെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരുന്ന ഈ ടെററിസ്ഥാന് ആകപ്പാടെ അങ്ങ് തെറ്റി. അവരുടെ പാളം തെറ്റിയ ട്രെയിൻ. അതുപോലെ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? സിവിൽ അഡ്മിനിസ്ട്രേഷൻ യാചിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്താൽ നമ്മൾ ഇല്ലാതാകുമെന്ന് അവിടെയുള്ള മെമ്പർ ഓഫ് പാർലമെന്റ് ഒക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്. പക്ഷേ എന്നിവർ ഈ ജിഹാദി ജനറൽ എന്ന് പറയുന്ന ആ ആഭാസിയെ എന്ന് ജനറലാക്കിയോ അന്ന് മുതൽ പാകിസ്ഥാന്റെ ടെററിസ്ഥാന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ജിഹാദി ജനറൽ ടെററിസ്ഥാൻ എന്ന് പറയുന്ന ആ കപ്പലിനെ മുക്കിയിരിക്കും. അതിന് ഇന്ത്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇരന്നു വാങ്ങിയതാണ്. പല പ്രാവശ്യം വാണിംഗ് കൊടുത്തു, പല രീതിയിൽ, പല വട്ടം. പക്ഷേ തയ്യാറല്ല. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അടിക്ക് തിരിച്ചടിയെന്ന് ഇന്നലെയും പറഞ്ഞു. ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഓക്കെ, ടെററിസ്റ്റ് ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തു, ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ഇറ്റ്. നിങ്ങളെയല്ല, സഹോദര നെയ്ബറിംഗ് അയൽവക്കത്തുള്ള ഒരു സിവിലിയനെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല, മിലിറ്ററി അറ്റാക്ക് ചെയ്തിട്ടില്ല, ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തു. പക്ഷെ വഴങ്ങുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സേഫ്റ്റി, നമ്മുടെ ഓണർ, നമ്മുടെ വെൽഫെയർ,
ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ദ സേഫ്റ്റി, ഹോണർ ആൻഡ് വെൽഫെയർ ഓഫ് അവർ കൺട്രി കംസ് ഫസ്റ്റ്, ഓൾവേസ്, അറ്റ് എവറി ടൈം. ദിസ് ഈസ് വാട്ട് ഈസ് അവർ മോട്ടോ. അത് വെച്ച് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലൊരു കോംപ്രമൈസിനും ഒരു ഇന്ത്യൻ ഭടനും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ entire Indians, irrespective of caste, creed, religion and sex, everybody is one in one voice. This is what the secret of the victory of India. വിക്ടറി സീക്രട്ട് എന്ന് പറയുന്ന അതിന്റെ മന്ത്രം ഇതാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ മോഹനൻ പിള്ള. ഇന്നത്തെ ദിവസം വരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയുടെ ലക്ഷ്യം കൃത്യമായിരുന്നു എന്ന് അബ്ദുൾ റൌഫ് അസർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വെറും ഒരു പേരല്ല. ഇന്ത്യക്ക് ഒരു പക്ഷേ ലോകത്ത് ഇന്ത്യക്ക് ഒരു കറ വീണിട്ടുണ്ടെങ്കിൽ, കാഠ്മണ്ഡു വിമാന റാഞ്ചലിനെ തുടർന്ന് നമുക്ക് ഈ മസൂദ് അസറിനെ വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതെന്നും ഇന്ത്യയുടെ ഹൃദയത്തിൽ ഒരു കറയായിരുന്നു. അതിന്റെ മുഖ്യ സൂത്രധാരനെ അജിത് ഡോവലിന്റെ തന്നെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ച് ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട തിളങ്ങുന്ന ഏട് തന്നെയല്ലേ? സംശയം എന്താണ്? അതായത് കണ്ടഹാർ പ്ലെയിൻ ഹൈജാക്കിലാണ് സഹോദരന് വേണ്ടി ജമ്മുവിൽ ജയിലിലുണ്ടായിരുന്ന അസർ മസൂദിന് വേണ്ടി ബാർഗെയിൻ ചെയ്ത് അനിയൻ സഹോദരൻ ചെയ്ത പരിപാടിയാണ് അത്. പക്ഷെ വാളെടുത്തവൻ വാളാൽ എന്ന മാതിരി, അതേപോലെ തന്നെ അടിക്കടി എന്നുള്ള രീതിയിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നെഞ്ചിന് നട്ടെല്ലിന് ക്ഷതം കിട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ടെററിസ്റ്റുകൾക്കെല്ലാം കൂടി. എന്റെ ടെററിസ്റ്റ് ഗ്രൂപ്പ്, അതാണ് ലോകത്തിന്റെ എല്ലാ സപ്പോർട്ടും ഭാരതത്തിന് കിട്ടാനുള്ള ഒരു കാര്യം. Again, we are repeatedly saying, എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതാണ്, വാർ ഓൺ ടെറർ. ഈ ടെററിനെതിരായിട്ടുള്ള ഒരു സ്ട്രോങ് സ്റ്റാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. Now, war already started. Number 1. Number 2, why America has already given the advisory to their citizens. അവരുടെ സിറ്റിസൺസിന്, അവരുടെ പൗരന്മാർക്ക് പറഞ്ഞു, വെളിയിലൊന്നും ഇറങ്ങരുത്, എത്രയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ വിടാനായിട്ട് അവിടെ ഫ്ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞു ഉള്ള സ്ഥലങ്ങളിൽ സേഫ് ആയിട്ടിരിക്കുക എന്ന് മാത്രമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ദേ ആർ വെരി മച്ച് അവെയർ അബൌട്ട് വാട്ട് ഇന്ത്യ ഈസ് ഡൂയിങ്. അതാണ് മെയിൻ ആയിട്ട്. എസ്പെഷ്യലി ഹി ഈസ് പിൻ പോയിന്റിങ് ലാഹോർ. ഞാൻ എന്റെ എല്ലാ ചർച്ചയിലും ആദ്യം മുതൽ തന്നെ പറയുന്ന അവർ എയിം ലാഹോർ ബിക്കോസ് ആ മുറിക്കയിലാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വാർ റൂം എന്ന് പറയുന്നത്. ആ മുറിക്കയിലാണ് ISIയുടെയും, ആ മുറിക്കയിലാണ് ലഷ്കർ ഇ തോയ്ബയുടെയും, അതുപോലെ തന്നെ ഈ ജിഹാദി ജനറലിന്റെയും കൂടിച്ചേർന്നുള്ള ആ ഒരു കോർഡിനേഷൻ നടക്കുന്ന ഹെഡ്ക്വാർട്ടർ ആണത്. അതാണ് ഇല്ലാതായത്. അതോടുകൂടി അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. പക്ഷെ ഇന്ന് രാത്രിയിലും ഇനി നാളെയുമായിട്ടും അതിശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചടി ഉണ്ടാവും. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചടി ഉണ്ടാവും. അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി മേ ഹാവ് ടു ടേക്ക് ഈവൻ എ മൈൽഡ് കാൽക്കുലേറ്റഡ് റിസ്ക് ആസ് വെൽ. ചെറിയ രീതിയിലുള്ള റിസ്ക് നമ്മൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. വെൻ ദേർ ഇസ് ആൻ ആക്ഷൻ ഓൾവേസ് ഉണ്ടാകും. നമുക്ക് അത് സ്വീകരിച്ചേ പറ്റുള്ളൂ. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു മേജർ കോസിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്, ആ സിന്ദൂർ ഫുൾ സക്സസ് ആക്കിയിട്ടല്ലാതെ നിർത്തില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഇനിയിപ്പോൾ നമുക്ക് പുറകോട്ട് ഒരു തിരിഞ്ഞുനോട്ടം ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണം. ഇനിയും തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. തുടങ്ങി വെച്ചത് തീർത്തിട്ട് തന്നെ ബാക്കി പ്രശ്നം ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ ഇത്തവണ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി വളരെ ശ്രദ്ധേയമായി തോന്നുന്നുണ്ട്.